സിയാ സൽമാൻ കൂട്ടിക്കൽ. ഇപ്പം നമ്മൾ ചപ്പാത്ത് പാലമ്പഴി കയറി നേരെ കിടക്കുന്നത് വെമ്പിളി കുറ്റിപ്പളാങ്ങാട് പോകുന്ന റൂട്ടാണ്. അവിടുന്ന് വന്നിട്ട് ഫസ്റ്റ് ഇടത്തോട്ട് കറിയാപ്പിയുടെ കട, ആൽബിൻ്റെ ജനസേവാ കേന്ദ്രം, അവിടുന്ന് ആദ്യത്തെ ഇടത്തോട്ട് പോകുന്നതാണ് ചന്തക്കടവ്. നേരത്തെ ചന്തക്കടവ് വീഡിയോ നമുക്ക് കാണാം കേട്ടോ. അപ്പം നമുക്ക് ചന്തക്കടവിലോട്ടുള്ള യാത്ര കാണാം. നമ്മൾ സ്ഥിരം കാണുന്ന വഴിയും പോകുന്ന റൂട്ടുമാണെങ്കിലുമേ നമ്മളാരും ശ്രദ്ധിക്കാൻ ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന ഓരോ പണ്ടത്തെ ആ ഇടവഴിയും കാര്യങ്ങളൊന്നുമല്ല, ഇപ്പം എല്ലാം കോൺക്രീറ്റ് റോഡുകളും. ഇതുവഴി പോയാലും നമുക്ക് ചന്തക്കടവിൽ എത്താം കേട്ടോ. വെള്ളം വന്നപ്പോൾ ഇവിടെ എല്ലാം വന്നല്ലേ, എല്ലാവരെല്ലാം കയറിയായിരുന്നു. മറിയക്കുട്ടിച്ചൊരു മാടക്കട കൂടെ ഉണ്ടായിരുന്നു. വെള്ളം വന്നു പോയത്. ഇതാ ചന്തക്കടവ് കേട്ടോ. പുല്ലകയാറാട്ടോ, പുല്ലകയാറിൻ്റെ ഒരു ഭാഗം, അതായത് കൊക്കയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമായത്. നേരെ ഒരു തുരുത്താണിത്. തുരുത്തിൻ്റെ അപ്പുറവശം ഏന്തയാറ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഈ രണ്ട് ആറും ഒരുമിക്കുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. നേരെ അക്കരെ കൂട്ടിക്കൽ ടൗണാണ് കാണുന്നത്. ആ, ഇത് വള്ളക്കടവ് എന്ന് പണ്ട് പേരില്ല, വള്ളക്കടവ്. ഇതല്ലേ വള്ളക്കടവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഷാപ്പുണ്ട്. ആ ഷാപ്പിന്റെ അവിടെ വെള്ളം കെട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പോഴും ഷാപ്പുണ്ടല്ലോ അവിടെ. ഷാപ്പ് ഇപ്പോഴും ഉണ്ട്. അവിടുന്ന് രണ്ടൊരു തുരുത്തായി വന്നിരുന്നു നടുക്ക്. ഇത് അവിടെ നിന്ന് ഇവിടെ വന്ന് ഈ തുരുത്തിന്റെ അവിടെ വന്നിട്ട് വെള്ളം മേളോട്ട് കയറും. മേളോട്ട് കയറി ഞാൻ ഈ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് കൊണ്ട് ആ വെള്ളം അടിപ്പിക്കുന്നത്. അങ്ങനെ കുഞ്ഞുനാണ് വള്ളക്കാരൻ കുഞ്ഞോണം മരിച്ചു പോയില്ലേ അല്ലേ? മരിച്ചുപോയി. ഒറ്റ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ? ഒറ്റ വെള്ളം ഉണ്ടായിരുന്നു. വേറെ വെള്ളമൊന്നുമില്ല ഇവിടെ അല്ലേ? അപ്പൊ ഇതിന് പൈസ കൊടുത്തുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ നിന്നാണ് പറയുന്നുണ്ടല്ലോ. അന്നത്തെ കാലത്തെ കാര്യമല്ലേ, പഞ്ചായത്താണോ ആയിരിക്കുമല്ലോ. ഞാനും 10 പൈസ കൊടുത്തിട്ടുണ്ട്. 10 പൈസ വള്ളത്തെ കയറിയിട്ടുണ്ടല്ലേ? അതാണ് വള്ളക്കടവ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2 ആറിൻ്റെ നടുക്കാണ് കേട്ടോ. അതായത് പുല്ലകയാറ്, ഇവിടുന്ന് വരുന്ന ഏന്തയാറിൻ്റെയും ഇതുവഴി ഒഴുകുന്ന കൊക്കയാറിൻ്റെ നടുക്കാണ് ഈ തുരുത്ത് കേട്ടോ. ഇതാ തുരുത്ത്. ഞങ്ങളുടെ വേനൽക്കാലത്തെ ഗ്രൗണ്ടാണ് ഇത് കേട്ടോ. ഇത് നിറഞ്ഞൊഴുകുന്നത്. വേനൽക്കാലം വെള്ളം പറ്റും, അന്നേരം ഇവിടെ പിള്ളേർ കളിക്കുന്ന കേട്ടോ. വേറെ ഗ്രൗണ്ടില്ല ഞങ്ങൾക്ക്. ഞങ്ങളുടെ കൂട്ടിക്കലിൻ്റെ ലക്ഷദ്വീപാണ് കേട്ടോ തുരുത്ത്. കണ്ടോ നിൽക്കുന്നുണ്ടോ? പാക്കല്ല, ഫലവൃക്ഷങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. തെങ്ങ്, ആഞ്ഞിലി, കവുങ്ങ്, മാവ്, എല്ലാ ഐറ്റം ഉണ്ട്. വാഴ നാസറിനെ കാണത്തില്ല. നാസറിനൊക്കെ പറഞ്ഞാൽ നമുക്ക് ചന്തക്കടവിൻ്റെ ഇങ്ങോട്ടേ ചെറിയൊരു തൊണ്ടായിരുന്നു, നടപ്പാത മാത്രമുള്ളത്.
അപ്പോൾ അവിടെ കൃഷിഭവൻ്റെ റോയിച്ചാറിന് ഇതുണ്ട്. ഇതൊക്കെ സാധനങ്ങളൊക്കെ നട്ടുവെച്ച് നമ്മുടെ വഴിയോരം മനോഹരമാക്കിയിട്ടുണ്ട്. വൈകിട്ടൊക്കെ വന്നിരിക്കുന്നല്ലേ അല്ലേ? അല്ല വൈകിട്ടൊക്കെ പിന്നെ വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. ഇരിക്കാൻ സംവിധാനമൊന്നുമില്ല. സംവിധാനങ്ങൾ പിന്നീടാവും. ഇതിൽ കയറി പോകുന്നത് ഇപ്പം ഇല്ല, അപ്പുറം വഴി കയറിപ്പോൾ ഉണ്ടോ. ഇത്രയും നല്ല റോഡാക്കി നമ്മുടെ പഞ്ചായത്ത് വികസിപ്പിച്ചിട്ടുണ്ട്. ഈ തോട്ടം ചെന്ന് അവസാനിക്കുന്നത് കൂട്ടുപാല പാലത്തിലാട്ടോ. കൂട്ടുപാല പാലത്തിൽ അതുവഴി നമുക്ക് കൂട്ടിക്കാന്ന് കൊക്കയാറ് ഒക്കെ പോകാനുള്ളൊരു മാർഗ്ഗം. അതും അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. വണ്ടി കെട്ടണം. അയ്യോ തിരിക്കാം. ഇവിടം വരെ ഉള്ളു വഴി. ഇനി അപ്പുറത്തൊരു റോഡുണ്ട്, പക്ഷെ കോൺക്രീറ്റ് ഇല്ല കേട്ടോ. നമുക്ക് ഇതുവഴി നേരെ നമ്മൾ വന്ന വഴി ചെല്ലാം കേട്ടോ. നമ്മൾ ആ റോയിച്ചാൻ്റെ വീട് അതുവഴി കയറി യാസിൻ്റെ വീട് അത് ഇപ്പുറം, കൊച്ചപ്പാൻ്റെ വീട്, അൻഷാദിൻ്റെ വീട്, താഹാൻ്റെ വീട്. ഇവിടുന്ന് നേരെ പോയാലും ഇതുവഴി പോകാം കേട്ടോ. അപ്പുറം നമ്മുടെ ചപ്പാത്തിൻ്റെ ചെല്ലാം. ഈ ഷാജിൻ്റെ വീട്, സജിൻ്റെ വീട്, സജിൻ്റെ ഷാജിൻ്റെ ഇങ്ങനെ വന്ന് അവിടെ ദീപുവിൻ്റെ വീട്, അവിടെ നേരെ പുള്ളി ബാവുച്ചാൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ചാടുന്നൊരു വഴി. നമ്മൾ നേരത്തെ വന്നിട്ട് പോയ വഴിയിലാണ്.